മട്ടൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. ഈ ഒരു മസാലയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മട്ടനുണ്ടാവുന്ന ആ ഒരു സ്മെല്ലൊന്നും അധികം നമുക്ക് ഫീൽ ചെയ്യില്ല. മാത്രമല്ല മട്ടൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾ മട്ടൻ കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ സെയിം രീതിയിൽ ചിക്കനും ചെയ്യാം. പ്രത്യേകിച്ച് നാടൻ ചിക്കനൊക്കെ ഈ ഒരു കൂട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ഒരളവാണ് പറയുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നല്ല ജീരകമാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നത്. ഈ ഡിഷിൽ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, പച്ചമുളക് ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവിന് ആവശ്യത്തിന് കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ അതും വരും. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ മട്ടൻ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ചെറിയ പീസാക്കിയാൽ മാത്രമേ നമ്മുടെ മസാല നല്ലപോലെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഏകദേശം 1/2 മണിക്കൂറോളം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 വിസിലാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന മീറ്റിനനുസരിച്ചിട്ട് നമ്മുടെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അതിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും ഓവറായിട്ട് കുക്കാവരുത്. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല. ഇതിലധികം വെള്ളമൊന്നുമില്ല. വെള്ളം നമുക്ക് കുറച്ചുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ അതിൽ വെച്ചിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കാം. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് നിറയെ ഉണ്ട്. ഈ ഒരു ഡിഷിൽ നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ഒരിക്കലും സവാള ചേർക്കരുത്. സവാള ചേർത്ത് ഒട്ടും ടേസ്റ്റ് കിട്ടില്ല. ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് തന്നെ ഈ ചെറിയ ഉള്ളിയാണ്. എത്ര ഉള്ളി നമ്മൾ ചേർക്കുന്നുവോ അത്രത്തോളം നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയധികം കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 1/4 കപ്പെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ നമ്മൾ സിമ്മിലേക്ക് മാറ്റിയിട്ട് ചെറു തീയിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ മട്ട നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് ചിക്കനിലും ചെയ്യാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് മട്ടനാണ്. ചോറിൻ്റെ കൂടെ ഈ മട്ടനും പപ്പടവും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഈ ഡിഷ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.